It's again an honor to stand with the word of God. ദൈവജനമായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത് ഒരു പദവിയായിട്ട് ഞാൻ കരുതുകയാണ്. One side it is rejoicing, but on the other side it's very accountable. It has lot of accountability also. ഒരു വശത്ത് സന്തോഷമുണ്ടെങ്കിലും മറുവശത്ത് അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ശുശ്രൂഷ ആണ് എന്നുള്ള ബോധം എന്നെ ഭരിക്കുന്നുണ്ട്. Because this takes lot of effort and lot of strength to speak from the word of God. കാരണം ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതും അതുപോലെ തന്നെ അത് സംസാരിക്കുന്നതും വളരെ അധ്വാനം അതിൻ്റെ പിന്നിൽ കൊടുക്കേണ്ട ഒരു വസ്തുതയാണല്ലോ. And this is a ministry which I always say, this does not come out of your brain. പലപ്പോഴും ഈ ശുശ്രൂഷ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഉളവായിട്ട് അത് വരുന്ന ഒരു ശുശ്രൂഷയല്ല. And it should never come in that sense at all. ആ നിലയിൽ വരുവാനായിട്ടൊട്ടും പാടുള്ളതുമല്ല. Therefore it has to be dependent with the Spirit, and the Spirit of God has to teach you. അതുകൊണ്ട് തന്നെ ദൈവാത്മാവിൽ കൂടുതൽ ശരണപ്പെടേണ്ടതും ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കേണ്ടതും ആവശ്യമാണ്. And Lord alone has to be lifted above all. ഇതിലെല്ലാത്തിലൂടെയും കർത്താവ് മാത്രം മഹത്വം എടുക്കുവാനും ആവശ്യമുണ്ട്. We are continuing a series. Anyone remembers the title of the series? നാം പഠിച്ചുകൊണ്ടിരുന്ന ആ സീരീസിന്റെ ടൈറ്റിൽ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? We all forgot. Aspiring for impossibles. അസാധ്യങ്ങളെ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുക. No. Aspire. Impossible ന് വേണ്ടി aspire. Okay. അസാധ്യങ്ങളെ നേടിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുക. Yeah. Aspiring for the impossible. അസാധ്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക. Why do we need to accomplish something impossible in life? നമ്മുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ എന്തുകൊണ്ട് നേടിയെടുക്കേണ്ടതുണ്ട്? Because we are not the ordinary people. കാരണം നാം സാധാരണ വ്യക്തിത്വങ്ങളല്ല. We are extraordinary people with extraordinary responsibility. അസാധാരണമായിട്ടുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നിലനിർത്തപ്പെട്ട അസാധാരണരായ മനുഷ്യരാണ് നാം ഓരോരുത്തരും. Whether you clean the utensils in the kitchen or you speak from the pulpit, we all have the extraordinary things to do through our life. നാം ഒരുപക്ഷെ അടുക്കളയിൽ ജോലികൾ ചെയ്യുന്നവരായിരിക്കാം, അതേസമയം ഒരുപക്ഷെങ്കിൽ പുൽപ്പിറ്റുകളിൽ പ്രസംഗിക്കുന്നവരായിരിക്കാം. എന്നാൽ എല്ലാവരും ഒരുപോലെ അസാധ്യങ്ങളെ അതിനുവേണ്ടി ആഗ്രഹിക്കുവാനും നേടിയെടുക്കുവാനും ആവശ്യമുണ്ട്. And we all need to do our responsibility in the best possible way. നാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും മെച്ചമായ നിലയിൽ നാം അത് ചെയ്തു തീർക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട്. The problem is we do not understand our values. കാരണം പ്രശ്നം എന്ന് പറയുന്നത് നാം നമ്മുടെ മൂല്യങ്ങളെ ശരിയായ നിലയിൽ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. Neither do we remember our calling, our purpose in this world. നാം നമ്മുടെ ഈ ഭൂമിയിൽ നമ്മുടെ വിളിയെക്കുറിച്ച് അല്ലെങ്കിൽ എന്തിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും നാം പരാജയപ്പെടാറുണ്ട്. If you start washing your clothes with the best possible way, that itself will reflect that you are not doing for yourself, but you are doing for the Lord. നാം ഒരു വസ്ത്രം അലക്കുന്ന ജോലി ചെയ്യുമ്പോഴും അത് ഏറ്റവും മെച്ചമായ നിലയിൽ ചെയ്യുന്നെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുവാനായിട്ട് ഉത്സാഹിക്കുന്നവരാണ് എന്ന് നമ്മെക്കുറിച്ച് തിരിച്ചറിയുവാൻ കഴിയും. Give your heart out. നമ്മുടെ ഹൃദയത്തെ അതിന്റെ പിന്നിൽ അണിനിരത്തുക. And then God will prepare you to do impossible. അങ്ങനെയാണെങ്കിൽ അസാധ്യങ്ങളെ ചെയ്തു തീർക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകും. You read the chapters in the book of Judges. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. You will read n number of judges ruling the people of Israel. ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്ത അനേക ന്യായാധിപന്മാർ ഉണ്ട് താനും. And who were those people? ആ വ്യക്തികളൊക്കെ ആരായിരുന്നു? Ordinary people like you and me. നമ്മെ പോലെ വെറും സാധാരണക്കാരായ മനുഷ്യർ. You name any one of them. നിങ്ങൾ ആരുടെ പേര് വേണമെങ്കിലും എടുത്ത് നോക്കിക്കൊള്ളുക. But God used them mightily. എന്നാൽ ദൈവം അവരെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലയിൽ അത്ഭുതകരമായ വിധത്തിൽ ഉപയോഗിച്ചു. God used them to be the judges over the people of Israel. ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യുവാനായിട്ട് ദൈവം അവരെ നിയോഗിക്കുകയും ചെയ്തു. There was no king.
There was no king. അവർക്ക് രാജാവില്ലായിരുന്നു. There was no ruler at all. അവർക്ക് ഭരണാധികാരികളില്ലായിരുന്നു. But God was the king and the ruler, and he utilized his power through these people called judges. ദൈവം അവരുടെ രാജാവും ഭരണാധികാരിയുമായി ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യക്തികളിലൂടെ അവരെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ദൈവം ഇടയാക്കുകയാണ്. Are we influential in that sense? ആ അർത്ഥത്തിൽ നാം സ്വാധീനിക്കപ്പെടുന്നുണ്ടോ? God needs a small expression, a small gestures of faith from our life. വിശ്വാസത്തിന്റെ ഏറ്റവും ലളിതമായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. And that is why I want you all to challenge with this series. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പഠന സീരീസ് നിങ്ങളെ വെല്ലുവിളിക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പാകെ ആവേശത്തിനായിട്ട് ഞാൻ വയ്ക്കുന്നത്. This has been a great challenge for me. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആവേശം നൽകുന്ന പഠനമായിരുന്നു. And I want to leave this with you the same way. അതേ നിലയിൽ തന്നെ നിങ്ങളെ സ്വാധീനിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Aspiring for the impossible in this world. ഈ ലോകത്തിൽ അസാധ്യങ്ങളെ പ്രതീക്ഷിക്കുവാനായിട്ട് അതിനെ കാക്ഷിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. And let us have a look how does that can be. അത് എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും എന്ന് നമുക്ക് ചിന്തിക്കാം. So we divided the whole of this series in 3 different modules. 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടാണ് ഈ പഠനത്തെ വേർതിരിച്ചിരിക്കുന്നത്. We began last week with the first module, that is failure handling, and their subtitles. Failure handling, first module. Failure handling. നമ്മുടെ പരാജയങ്ങളെ എപ്രകാരം തരണം ചെയ്യുന്നു എന്നുള്ളതിൽ നാം പരാജയപ്പെടുന്നു ആ കാര്യത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. We saw how did the disciples failed in their identity. അവരുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയുന്നതിൽ എപ്രകാരം ശിഷ്യന്മാർ പരാജയപ്പെട്ടു എന്നുള്ളത് നാം കണ്ടു. The first thing which we saw was that they failed to recognize who they were. ഒന്നാമതായിട്ട് ശിഷ്യന്മാർ അവർ ആരാണെന്ന് തിരിച്ചറിയുവാൻ പരാജയപ്പെട്ടു. And then we also touched upon that they failed in their faith. മാത്രമല്ല അവരുടെ വിശ്വാസത്തിന്റെ പരിശോധനയിലും അവർ പരാജയപ്പെട്ടു. I'm not going into detail to revise the whole session because it's all going to be available in the YouTube. അത് വീണ്ടും ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യൂട്യൂബിൽ ആ പാഠഭാഗങ്ങൾ ലഭ്യമാണ്. So today we will just continue from the second subtopic, that is they failed in their faith. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. വിശ്വാസത്തിൽ അവർ പരാജയപ്പെട്ടു. So our base text is Matthew chapter 14 verse 23 to 33. നമ്മൾ വിചിന്തനത്തിന് എടുത്ത വേദഭാഗം എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 14-ാം അധ്യായം 23 to 33, 22 മുതൽ 33 വരെയുള്ള and it is very familiar, which we have been learning right from our childhood. നമ്മൾ ചെറുപ്രായം മുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്ത വേദഭാഗം തന്നെയാണ്. Peter walking on the water. പത്രോസ് വെള്ളത്തിന്മീതെ നടക്കുന്ന കാര്യം. Yes. Can we again read once again? Chapter 14 verses 23 to 33. ഒന്ന് വായിക്കാമോ? 14-ാം അധ്യായം Matthew 14 23 onwards. മത്തായി സുവിശേഷം 14-ാം അധ്യായം 23 മുതലുള്ള വേദഭാഗം. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ, കർത്താവേ, രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. Okay. So we in last session we saw the first topic, that was the failing in their identity. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ ഭാഗമാണ് ചിന്തിച്ചത്. അവരുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയുന്നതിൽ അവർ പരാജയപ്പെടുന്നു. Second, they failed
in their faith. രണ്ടാമതായിട്ട് അവർ അവരുടെ വിശ്വാസത്തിൽ പരാജയപ്പെട്ടു. And we just observed the first point in that was the faith cannot be based on your conditions. നാം ഒന്നാമതായിട്ട് ചിന്തിച്ചത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസമായിരിക്കുവാൻ പാടുള്ളതല്ല. Peter, when Jesus Christ comes on the water walking, he is saying a condition. He's uttering a statement. What is that statement? ഇവിടെ പത്രോസ് കർത്താവ് കടന്നു വരുമ്പോൾ കർത്താവിനോട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണത്? If that's you, O Lord, allow me to walk on the water. കർത്താവേ, നീ ആകുന്നു എങ്കിൽ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണം. This is how we sometimes incalculate our Christian faith. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ അളക്കുന്ന അളവുകോലായിട്ട് ഇത് മാറാറുണ്ട്. If that's you, or if you are the powerful God, allow me to get the good grades in my examinations. കർത്താവേ, നീ സർവശക്തനായ ദൈവമാകുന്നു എങ്കിൽ എനിക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കുവാൻ ഇടവരണം. Your faith cannot be based on the conditions. നിങ്ങളുടെ വാക്കുകളെ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളെ ഈ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടീഷൻ ചെയ്യുവാൻ പാടുള്ളതല്ല. God will remain God even if he does not perform. ദൈവം ഒരുപക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ കൂടെ ദൈവം ദൈവമായിട്ട് തുടരുന്നവനാണ്. He wants to teach you something extraordinary. ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ അതിസാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങളെ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ടാകും. So he may be silent, ഒരുപക്ഷെ അവൻ നിശബ്ദനായിരിക്കുന്നെങ്കിൽ but he is not absent. അവന്റെ അസാന്നിധ്യത്തിലായിരിക്കുന്നില്ല. He may be silent to teach you something extraordinary. ചില കാര്യങ്ങൾ അമാനുഷ്യമായിട്ടുള്ള നിലയിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ മൗനമായിട്ടിരുന്നു എന്ന് വരാം. But that does not allow you and me to make a condition before the Lord. എന്നാൽ അതൊരിക്കലും ദൈവത്തിന്റെ മുമ്പാകെ ഒരു ഉപാധി വെച്ചുകൊണ്ട് സംസാരിക്കുവാൻ നമ്മെ അനുവദിക്കുന്നില്ല. So number one, we saw there cannot be a faith based on the conditions. ഒന്നാമതായിട്ട് നാം ചിന്തിച്ചത് ഉപാധികൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു വർത്തമാനം അല്ലെങ്കിൽ ഒരു കാര്യം പറയുവാനായിട്ട് പാടുള്ളതല്ല. We'll go further. നാം മുന്നോട്ട് പോവുകയാണ്. Now, second point which I want to elaborate here is that faith is tested mostly on your strongholds. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശ്വാസം പരിശോധിക്കപ്പെടുന്നത് നമ്മുടെ ഏറ്റവും ശക്തിമത്തെന്ന് തോന്നുന്ന മേഖലകളിലായിരിക്കാം. When you think that you are strong in the areas, make sure you are in the slippery slope. നാം ഏതെങ്കിലും നമ്മുടെ മേഖലകൾ നാം ശക്തരാണ് എന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക, അത് നിശ്ചയമായിട്ടും വഴുവഴുപ്പുള്ള മേഖലകളായിരിക്കും. It's a very dangerous stage. അത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. Even this is something which always challenges me. ഇത് പലപ്പോഴും എന്നെ ഇതിനകത്ത് വെല്ലുവിളിച്ചിട്ടുള്ള ഒരു ചിന്തയാണ്. Because most of the time when I think that I am strong in those areas, that is the moment I fail the most. കാരണം എനിക്ക് ചെയ്യുവാൻ കഴിവുണ്ട് എന്ന് വിചാരിച്ച മേഖലകളിലാണ് കൂടുതൽ പരാജയങ്ങൾ നേരിട്ടിട്ടുള്ളത്. How do we know these boys failed in their strongholds? എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഈ ശിഷ്യന്മാർ അവരുടെ ഏറ്റവും ശക്തിമത്തായ മേഖലയിൽ പരാജയപ്പെട്ടു എന്ന്? Read the verse 24. 24ാമത്തെ വാക്യം വായിക്കാം. പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവർ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. See, there is a fear because it's written here, they are afraid because they saw somebody walking on the water. ഇവിടെ അവർ ഭയപ്പെട്ടു, കാരണം ആരോ നടന്നു വരുന്നത് അവർ കാണുന്നു. But if you read in the other gospels, it's very evident, very clearly mentioned that they were unable to manage the sudden storm hitting on the boat. എന്നാൽ ഇതിന് സമാനമായിട്ടുള്ള മറ്റു വേദഭാഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് നേരെ കടന്നു വന്ന തിരമാലകളെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി അവർക്കില്ലാതെ പോയി. Mark and Luke, they are describing that very clearly. മർക്കോസും ലൂക്കോസും അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. That they were unable, they were so afraid that they were unable to manage the next moment and the next moment of the life. അവരുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം അല്ലെങ്കിൽ പടകിൽ അവർ യാത്ര ചെയ്യുമ്പോഴുള്ള അടുത്ത ഘട്ടം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അവർക്ക് അറിവില്ലാതെ പോയി. They were in the midst of the sea. അവര് ആ കടലിന്റെ നടുക്കടലിലായിരിക്കുകയാണ്. And all of a sudden there is a huge storm which is hitting their boat. അതേ സമയത്ത് തന്നെ ഒരു വലിയ കൊടുങ്കാറ്റ് ആ പടകിനെ ആഞ്ഞടിക്കുന്നുണ്ട്. Couple of years back we had this experience in our city.
പ്രിയ സഹോദരൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ളൊരു അനുഭവം, കാറ്റിന്റെ അനുഭവം അവരുടെ പട്ടണത്തിൽ നേരിടുകയുണ്ടായി. No, we had Oki, right? ഓക്കെ. We had Oki hitting the what do you call the sea in 2017 or 18 near Trivandrum seas, right? ഓക്കി ദുരന്തം 2017-ലോ 18-ലോ തിരുവനന്തപുരത്ത് ആഞ്ഞടിക്കുകയുണ്ടായല്ലോ. And we know the situations, right? അതിന്റെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. We know the stories that there were many boats which were inside the sea were stuck because of the huge storm coming on the way. ആ കാറ്റിന്റെ ശക്തിയാൽ അനേക ബോട്ടുകൾ കടലിൽ മുങ്ങുവാനായിട്ടിടയായി. They were unable to manage. They were all fishermen. അവരെല്ലാവരും മത്സ്യബന്ധനത്തിൽ പരിചയമുള്ളവരാണ്, എന്നാൽ അവർക്ക് അതിനെ നിയന്ത്രിക്കുവാനായില്ല. Here are few champions of the water. ഇതാ വെള്ളത്തിൽ വളരെ പരിചയമുള്ള ചിലരാണ് ഈ പടകിലായിരിക്കുന്നത്. They all were so good to manage the boat. അവർക്ക് എങ്ങനെ ഈ പടകിനെ നിയന്ത്രിക്കണമെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. They think that they were the champions. അവർ അതിൽ അഗ്രഗണ്യരാണെന്ന് അവർക്ക് തന്നെ ബോധമുണ്ടായിരുന്നു. And they think that they can, that is the sea is the only place where they can be entertained and they can enjoy the most. അവർക്ക് അറിയാമായിരുന്നത് ഈ കടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുവാനും മാനേജ് ചെയ്യുവാനും കഴിവുള്ളത് എന്നാണ്. How do we know that? എങ്ങനെ നമുക്കറിയാം? John chapter 21. I'll show you an example. ഒരു ഉദാഹരണം തരാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. Yeah. When Jesus is dead, when Jesus is resurrected, when he has appeared before these boys, യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം ഈ ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷനാകുകയാണ്. Now these boys do not have the leader with them, right? അവരുടെ കൂടെ അവരുടെ നായകൻ ഇപ്പോൾ ഇല്ല. That is what they think. അങ്ങനെ ആയിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. And what was the desperation in them? അവരിൽ ഉണ്ടായ ആശങ്ക എന്താണ്? How are we going to face the world? എങ്ങനെ ഈ ലോകത്തെ ഞങ്ങൾ നേരിടും? Where did they get the solace? എവിടെ നിന്നാണ് അവർക്ക് ആശ്വാസം ലഭിച്ചിരുന്നത്? What was their response? അവരുടെ പ്രതികരണം എപ്രകാരമായിരുന്നു? Read verses 1 and 2 and 3. അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. Who is saying that I want to go for fishing? ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു പറഞ്ഞത് ആരാകുന്നു? Who is that? ആരാണ്? Peter. പത്രോസ്. What is happening here? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? They have seen Jesus resurrected. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് അവർ കണ്ടു കഴിഞ്ഞതാണ്. They understand the situation. ആ സാഹചര്യങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. But they are desperate for what? അവർ എന്തിനാണ് ഇങ്ങനെ ആശ്ചര്യഭരിതരായിട്ട് അല്ലെങ്കിൽ അവര് ആശങ്കാകുലരായിട്ട് നിന്നത്? Because they have the only strength, that is the water. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ പരിചയമുണ്ടായിരുന്ന മേഖല എന്ന് പറയുന്നത് ഈ കടലിലെ ബിസിനസ്സാണ്. Jesus told them very clearly that, boys, I am going to make the fishers of men. കർത്താവ് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, അല്ല ശിഷ്യന്മാരെ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. But they are not interested into that. They are interested to go and do the real fishing inside the എന്നാൽ മനുഷ്യരെ പിടിക്കുന്ന ജോലി ചെയ്യുവാൻ അവർക്ക് താല്പര്യമുണ്ടായില്ല. അവർ ആ മീൻപിടുത്തത്തിലേക്ക് വീണ്ടും മടങ്ങുകയാണ്. They enjoy their strongholds. അവർ ഏറ്റവും ശക്തിമത്തായിട്ട് തോന്നുന്ന മേഖലകളിൽ അവർ ആസ്വദിച്ചത് ചെയ്തിരുന്നു. They were champions in the water. അവർ ജലത്തിൽ വളരെ പരിണിതപ്രജ്ഞരായിരുന്നു. They knew how to handle the boat. അവർക്ക് എങ്ങനെ പടക് നിയന്ത്രിക്കണമെന്ന് അറിയാമായിരുന്നു. They knew how to handle the boat even in the stormy wind. ഒരുപക്ഷെങ്കിൽ കൊടുങ്കാറ്റടിച്ചാലും എങ്ങനെ പടകിനെ നിയന്ത്രിക്കാം എന്ന് അവർക്ക് അറിയാമായിരുന്നു. But there comes the test. എന്താ അവിടെ പരിശോധന വരികയാണ്. What? എന്താണ്? They are in the midst of the sea. അവരിതാ നടുക്കടലിലായിരിക്കുന്നു. And they are unable to manage. അവർക്ക് ആ പടകിനെ നിയന്ത്രിക്കാനാകുന്നില്ല. Do you have such strongholds, such strong areas in your life? നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ നമുക്ക് സ്ട്രെങ്ത് ഉണ്ട് എന്ന് തോന്നുന്ന ഏതെങ്കിലും മേഖലകളുണ്ടോ? ഞാനിപ്പോ ശരിയാക്കി തരാം. No, I'll get it done. ഞാനത് ചെയ്തു തീർക്കും. I will be the best in this. ആ ഒരു കാര്യത്തിൽ ഞാൻ മിടുക്കനാണ്. If you think that is a strong area in your life and the dependency is not on God, instead of God it is on you, you are on the wrong.
നാം ഏത് നിമിഷമാണ് അത്തരത്തിലുള്ള ഒരു മേഖല എനിക്ക് വളരെ സ്വാധീനമുള്ളത് എന്ന് കരുതുന്നുണ്ടോ അവിടെ ദൈവത്തോടുള്ള നമ്മുടെ ആശ്രയം നഷ്ടപ്പെടുകയും നമ്മിൽ തന്നെ ആശ്രയിക്കുകയും അവിടെ പരീക്ഷിക്കപ്പെടുകയും ചെയ്യും. You are in a very slippery slope. You have all the chances to fall. ഏറ്റവും വഴുവഴുപ്പുള്ള ഒരു പ്രതലത്തിലാകുന്നു നാം നിൽക്കുന്നത്. ഏത് സമയത്തും നിലംപൊത്താനുള്ള സാധ്യതയുണ്ട്. I'll show you an example. ഒരു ഉദാഹരണം നിങ്ങൾക്ക് തരാം. Chapter 39 of Genesis. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം. Okay, now read verse 3. 3-ാമത്തെ വാക്യം. Yeah. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 3-ാമത്തെ വാക്യം. We know this story very well. I mean, this is not something which is unfamiliar. It's all known. 3-ാമത്തെ വാക്യം. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. Okay, this is about Joseph. I'm sorry, not 39, 38. 38-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. About Judas. അവിടെ ശൂവ എന്ന പേരുള്ള ഒരു കനാന്റെ മകളെ കണ്ടു. അവളെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവന് എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവന് ഓനാൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവന് ശേല എന്ന് പേരിട്ടു. Who is becoming father here? ഇവിടെ ഈ 3 പേരുടെ അപ്പനായിട്ട് തീരുന്നത് ആരാണ്? 1-ാം വാക്യം. First verse. അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് ഹീര എന്ന പേരുള്ള ഒരു അദുല്യാമിന്റെ അടുക്കൽ ചെന്നു. He is moving all across, leaving his brethren. തന്റെ സഹോദരന്മാരെ വിട്ടിട്ട് അവൻ മുന്നോട്ട് നീങ്ങുകയാണ്. And he thinks that he is capable enough to handle the situation. ആ സാഹചര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുവാൻ തനിക്ക് കഴിവുണ്ട് എന്ന് താൻ സ്വമേധയാ ചിന്തിച്ചു. And there he sees one female Canaanite lady and he marries her. അവിടെ ഇതാ ഒരു കനാന്യന്റെ മകളെ താൻ കാണുന്നു. അവളെ വിവാഹം കഴിക്കുന്നു. Happy family life, 3 children, pakka. വളരെ സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം, 3 മക്കൾ. And then they all grow up. അവരെല്ലാം വളർന്നു. And he gets the elder one, married with Tamar. അവിടെ ആദ്യത്തെ ജാതനായ എന്ന് പറയുന്ന മകൻ താമാറിനെ വിവാഹം കഴിക്കുന്നു. Then he gives he dies, then he gives the second son, then third. We know the story. വ്യക്തി മരിക്കുന്നുണ്ട്, മകൻ മരിക്കുന്നുണ്ട്. 2-ാമത്തെ മകനെ പെൺകുട്ടി വിവാഹം കഴിക്കുന്നുണ്ട്, അവനും മരിക്കുന്നു. 3-ാമത്തെ മകനെയും വിവാഹം കഴിക്കുന്നു. And he also dies. അവനും മരിക്കുന്നു. And then Judas kicks her out from the home. അങ്ങനെ യഹൂദ അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. Now everything is, the story is over. That's what we think. ആ ഒരു കഥ അവിടെ തീർന്നു എന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. That is what Judah also thought. യഹൂദയും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. And one evening, ഒരു വൈകുന്നേരം Judah starts going for the evening walk. അവിടെ ഇതാ ഒരു വൈകുന്നേര സായാഹ്ന നടത്തത്തിന് വേണ്ടി യഹൂദ പോവുകയാണ്. I always teach this chapter to the young people. സാധാരണ യൗവനക്കാർക്ക് ഈ അധ്യായം പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. It's so funny. I mean, I really wonder how are these things written in the Bible. ഞാൻ പലപ്പോഴും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. Read verse 15. 15-ാമത്തെ വാക്യം വായിക്കാം. 15-ാമത്തെ വാക്യം. 15 അല്ലേ? 38:15. യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരുന്നത് കൊണ്ട് ഒരു വേശ്യ എന്ന് നിരൂപിച്ചു. അവൾ വഴിയരികെ അവളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് തൻ്റെ മരുമകൾ എന്ന് അറിയാതെ വരിക, ഞാൻ നിന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ അടുക്കൽ വരുന്നത് നീ എനിക്ക് എന്ത് തരും എന്ന് അവൾ ചോദിച്ചു. I mean, it's very respectable way Malayalam Bible has been translated. മലയാളത്തിൽ വളരെ മനോഹരമായിട്ട് വളരെ മാന്യമായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. I have a version which says he straight away goes to her and asks for their physical relationship. ഇവിടെ മറ്റൊരു ഭാഷാന്തരത്തിൽ അവൻ നേരെ ചെന്ന് അവളോട് ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്നാണ്. I mean, this guy goes to this lady and can you imagine this is written in the Bible? ഈ വ്യക്തിയെ കുറിച്ച് ഇപ്രകാരം വേദപുസ്തകത്തിൽ എഴുതുമെന്ന് യഹൂദ എപ്പോഴെങ്കിലും ചിന്തിച്ചുവോ? When is this happening? ഇത് എപ്പോഴാകുന്നു സംഭവിക്കുന്നത്? Read verse 13 onwards. 13-ാമത്തെ വാക്യം. Then you will get the background. നിന്റെ അമ്മായിയപ്പൻ തന്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് തിമ്നായ്ക്ക് പോകുന്നുവെന്ന് താമാറിന് അറിവ് കിട്ടി. ശേല പ്രാപ്തിയായിട്ടും തന്നെ
അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈധവ്യ വസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുപടം മൂടിപ്പുതച്ച് തിമ്നായ്ക്ക് പോകുന്ന വഴിയിൽ എനയും പട്ടണത്തിന്റെ ഗോപുരത്തിൽ ഇരുന്നു. യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരുന്നു. Can you imagine? Do you think Judas ever thought that he would be indulging in such a relationship? നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക, യഹൂദ എപ്പോഴെങ്കിലും തന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ചെന്നുപെടുമെന്ന് യഹൂദ കരുതിയിരുന്നുവോ? But he had, look at his mind. That is what I always wonder. I think 22 onwards. 22ാമത്തെ വാക്യത്തിൽ അവന്റെ മനോഭാവം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവൻ യഹൂദായുടെ അടുക്കൽ മടങ്ങി വന്നു, ഞാൻ അവളെ കണ്ടില്ല. Who is coming here? Read 21 on. 21ാമത്തെ വാക്യം. അവൻ ആ സ്ഥലത്തെ ആളുകളോട് എനയിമിൽ വഴിയരികെയിരുന്ന വേശ്യ എവിടെയെന്ന് ചോദിച്ചതിന് ഇവിടെ ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്നവർ പറഞ്ഞു. Okay. This is the servant. This is a servant of Judas. Judas has gone to give her the goat so that he can get all his ring and the coat and the staff with him. ഇവിടെ ഇത് പറയുന്നത് യഹൂദയുടെ ദാസനാണ് ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് അവിടെ കൊടുത്തിരുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്നത്. But he does not find Tamar in that place. എന്നാൽ ആ സ്ഥലത്തെങ്ങും താമാറിനെ അവൻ കണ്ടില്ല. He goes and inquires all across the places and he finds Tamar nowhere. ആ ദാസൻ ചെന്ന് അവിടെ എല്ലാം അന്വേഷിച്ചു, താമാറിനെ കണ്ടതുമില്ല. There is no people even do not know who was that harlot there. അത്തരത്തിലുള്ള ഒരു വേശ്യ അവിടെ ഉണ്ടായിരുന്നോ അവർ ഇല്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. And then the servant comes and gives the information to Judah. അങ്ങനെ ആ വിവരം ആ ദാസൻ വന്ന് യഹൂദയോട് പറയുന്നു. And look at the frame of mind of Judah there. അവിടെ യഹൂദയുടെ മാനസിക അവസ്ഥ എങ്ങനെയാണെന്ന് ചിന്തിച്ചു കൊള്ളുക. 22. അവൻ യഹൂദയുടെ അടുക്കൽ മടങ്ങി വന്നു, ഞാൻ അവളെ കണ്ടില്ല, ഈ സ്ഥലത്തൊരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ, നമുക്ക് അപകീർത്തി ഉണ്ടാകാതിരിപ്പാൻ അവളത് എടുത്തുകൊള്ളട്ടെ. Let I may not become the laughing object. ഞാൻ സമൂഹത്തിന്റെ മധ്യേ പരിഹാസപാത്രമാകാതിരിക്കേണ്ടതിന് വേണ്ടി Let her go and take it. അതവൾ എടുത്തുകൊള്ളട്ടെ. And then is there anything else later? എടുത്തുകൊള്ളട്ടെ, ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചുവല്ലോ, നീ അവളെ കണ്ടില്ല താനും എന്ന് പറഞ്ഞു. ഏകദേശം 3 മാസം കഴിഞ്ഞിട്ട് he was least bothered. ഈ സമയത്തൊന്നും യഹൂദ ഈ സ്ത്രീയെ കുറിച്ച് പരിഗണിക്കുന്നതേയില്ല. Do you think Judas had ever thought that he will be in that situation in his life? തന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ താൻ ചെന്നുപെടുമെന്ന് യഹൂദ എപ്പോഴെങ്കിലും കരുതിയിരുന്നുവോ? His frame of mind is so full of filth that he literally used Tamar as a sex object. അവന്റെ മനസ്സ് അത്രത്തോളം ഏറ്റവും ദുഷ്ടത നിറഞ്ഞതായിരുന്നു. ആ താമാർ എന്ന് പറയുന്ന സ്ത്രീയെ തന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ പാകത്തിന് എടുക്കുവാൻ. He thought that is his strong point. യഹൂദ വിചാരിച്ചത് തന്റെ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള മേഖലയായിരുന്നു അത്. Nobody will know. ആരും ഇത് അറിയുവാൻ പോകുന്നുമില്ല. Nobody is bothered. ആരും ഇതിനെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. He finds a harlot on the way and he uses her and throws her off. ഇവിടെ ഇതാ വഴിയിൽ പോയി ഒരു വേശ്യയെ കണ്ടു, ഉപയോഗിച്ചു, കളഞ്ഞു. He never thought. അവൻ ഒരിക്കലും അത് ചിന്തിച്ചില്ല. But that strong area becomes the weakest area in his life. എന്നാൽ താൻ കരുതിയിരുന്ന ഏറ്റവും ബലമുള്ള ശക്തിമത്തായ മേഖല അവന്റെ ജീവിതത്തിലെ ഏറ്റവും ബലഹീനമായ വശമായിട്ട് തീർന്നു. My beloved, this is what happens with you and me. പ്രിയമുള്ളവരെ, ഇതാകുന്നു നിങ്ങൾക്കും എനിക്കും സംഭവിക്കുവാൻ സാധ്യതയുള്ളത്. The moment we depend on ourselves, we are on our slippery slope. നാം എപ്പോഴാണ് നമ്മിൽ തന്നെ ആശ്രയിക്കുവാനായിട്ട് തുടങ്ങുന്നത്, അപ്പോൾ വീഴ്ച ആരംഭിച്ചു കഴിഞ്ഞു. I always tell the young people, ഞാൻ യുവാക്കളോട് സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, the moment you conceive an idea of opening the internet for particular reason, you are gone.
നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക തെറ്റായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടി ഇന്റർനെറ്റ് നിങ്ങൾ തുറക്കുവാനായിട്ട് ശ്രമിക്കുന്നു, അപ്പോൾ നിങ്ങൾ വീണു കഴിഞ്ഞു. You cannot control yourself. നിങ്ങളെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്കാകില്ല. Because you are on a very, very strong slippery slope. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഏറ്റവും ശക്തമായിട്ടുള്ള വഴുവഴുപ്പുള്ള ഒരു മേഖലയിൽ നിങ്ങൾ ചവിട്ടി കഴിഞ്ഞു. It is not only for the young people, even it is for the grown-ups. അത് ഈ ചെറുപ്പക്കാർക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഇത് ബാധകം തന്നെയാണ്. You can conceive any filth in your brain. നിങ്ങളുടെ ബുദ്ധിയിൽ, നിങ്ങളുടെ ഓർമ്മയിൽ ഏറ്റവും മോശകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിറയ്ക്കുവാനായിട്ട് നിങ്ങൾക്കാകും. You are gone. നിങ്ങൾ തീർന്നു. You are gone and sin has entangled you. നിങ്ങൾ പാപം നിങ്ങളിൽ പ്രവേശിച്ചു കഴിയുകയാണ്. That is what happens with you and me, my beloved. അതാണ് സാധാരണ നമുക്ക് സംഭവിക്കുവാൻ പോകുന്ന കാര്യം. So the strong area is sometimes becomes the weakest area in our life. ഏറ്റവും ശക്തി എന്ന് തോന്നുന്ന മേഖലകൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബലഹീനമായിട്ടുള്ള വശങ്ങളായിട്ട് തീരുവാനുള്ള സാധ്യതയുണ്ട്. I mean, I'll give an opportunity. Just think in your life. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഒരു അവസരം ഞാൻ നൽകുകയാണ്. We all are grown ups, right? നാം എല്ലാവരും മുതിർന്നവർ തന്നെയാണല്ലോ. How did we live our 30, 40, 50 year of life? നമ്മുടെ ജീവിതത്തിന്റെ 30, 40, 50 വർഷങ്ങൾ എങ്ങനെയാണ് നാം കടന്ന് മുന്നോട്ട് വിട്ടത്? Did we ever fall in our strong area? നമ്മുടെ ഏതെങ്കിലും ശക്തിമത്തായിട്ടുള്ള മേഖലയിൽ നാം വീണിട്ടുണ്ടോ? If so, what was the reason? അങ്ങനെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു കാരണം? The only one reason is that we have not depended on the Lord, rather depended on our own capacity. ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. ആ സാഹചര്യങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മിൽ തന്നെ ആശ്രയിക്കുവാൻ തുടങ്ങി. I'll show you one more example. ഒരു ഉദാഹരണം കൂടെ നിങ്ങളുടെ മുമ്പാകെ നൽകാം. Jonah chapter 1. യോനയുടെ പ്രവചനം 1-ാമത്തെ അധ്യായം. Chapter 1 verses 1 and 2. അതിന്റെ 1-2 വാക്യങ്ങൾ. No, Jonah chapter 1. അമിത്തായിയുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട്. Okay. Now here is the conversation between God and Jonah. ഇവിടെ യഹോവയായ ദൈവവും യോനയും തമ്മിലുള്ള സംഭാഷണമാകുന്നു. Now I mean sometimes I wonder how close they were. ഞാൻ പലപ്പോഴും അതിശയിക്കാറുണ്ട് അവർ എത്രത്തോളം അടുത്ത് ഇടപഴകിയിരുന്നവരാണ്. Their relationship is so intimate. അവർ ഏറ്റവും അടുത്ത ബന്ധത്തിൽ അവർ തുടർന്നിരുന്നു. And Jonah enjoyed their relationship so well. ആ ബന്ധം യോന വളരെ ആസ്വദിച്ചിരുന്നു. Now God says, Jonah, get up and go to Nineveh. ദൈവം യോനയോട് പറയുകയാണ്, യോന നീ എഴുന്നേൽക്കൂ, നീ നിനവിലേക്ക് പോവുക. And I'm sure God knew very well what did Jonah think about Nineveh. യോനയ്ക്ക് ദൈവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. മാത്രമല്ല നിനവയെക്കുറിച്ച് ഏത് മനോഭാവമായിരുന്നു യോന പുലർത്തിയിരുന്നതെന്നും ദൈവത്തിന് അറിയാമായിരുന്നു. He hated these people of Nineveh. നിനവയിലെ ജനത്തെ ഈ യോന വെറുത്തിരുന്നു. He literally, it was in the core of his hatred that Jonah had for the people of Nineveh. നിനവയിലെ ജനത്തോട് ഏറ്റവും വിരോധമായിട്ടുള്ള മനോഭാവം യോന വച്ചു പുലർത്തിയിരുന്നു. I mean, he can never even imagine to think anything good for the people of Nineveh. ആ നിനവയിലെ ജനത്തിന് എന്തെങ്കിലും നന്മ വരണമെന്ന് ഒരു കാലത്തും യോന ചിന്തിച്ചിരുന്നില്ല, ആഗ്രഹിച്ചിരുന്നില്ല. And he also knew what did God think about the people of Nineveh and all across. യോനയ്ക്ക് ദൈവം നിനവയിലെ ജനത്തെക്കുറിച്ച് എന്ത് മനോഭാവം വച്ചു പുലർത്തിയിരിക്കുന്നു എന്നുള്ളത് യോനയ്ക്ക് അറിയാമായിരുന്നു. Not only that, Jonah also knew what was the heart of God for the people of his creation. മാത്രമല്ല ഈ നിനവയിലെ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഹൃദയം എന്തുമാത്രം മനസ്സലിവുള്ളതാണെന്നും യോന അറിഞ്ഞിരുന്നു. See, their strong point is that they both knew each other very well. അതിലെ ഏറ്റവും ശക്തിയുള്ള മേഖല എന്ന് പറയുന്നത് യോനയും ദൈവവും തമ്മിൽ ഏറ്റവും അടുത്ത ബന്ധവും കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു. But what happened? എന്നാൽ എന്താ സംഭവിച്ചത്? Okay, now read chapter 4 and verses 1, 2 and 3. 4-ാം അധ്യായം 1, 2, 3 വാക്യം. Okay, before that, just read verse 10, the last verse of chapter 3. 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, 10-ാമത്തെ വാക്യം. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. Okay, so now God is
happy. ഇവിടെ ഇതാ ദൈവം സന്തുഷ്ടനാണ്. God is happy for Nineveh, people of Nineveh, because they have repented, they are back in the fold and they are happy, you know. നിനവേലെ ജനം മാനസാന്തരപ്പെട്ടു, അവർ തന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. അതിൽ ദൈവത്തിന് വളരെ But സന്തോഷമുണ്ട്. there is one man who is not happy. എന്നാൽ സന്തോഷമില്ലാത്ത ഒരു വ്യക്തി അവിടെ ഉണ്ട്. Who is that? ആരാകുന്നു? Verse 1, chapter 4. 4-1 വാക്യം. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമാണ്. He was not happy. യോനയ്ക്ക് ഇത് അത്ര ഇഷ്ടം തോന്നിയിട്ടില്ല. Why? എന്തുകൊണ്ട്? Yeah, go ahead. മുമ്പോട്ട് വായിക്കും. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. See, I wonder how intimate their relationship is. ഞാൻ അത്ഭുതപ്പെടുകയാണ് എത്രമാത്രം അടുത്ത ബന്ധത്തിലായിരുന്നു യോനയും ദൈവവും തുടർന്നിരുന്നത്. How close their conversation is. അവരുടെ സംഭാഷണം എത്രത്തോളം ഹൃദ്യമായിരുന്നു. Can you go and tell God, ദൈവമേ ഞാൻ അന്നേ പറഞ്ഞതല്ലേ നീ ഇങ്ങനെ ചെയ്യുന്നു, ദൈവമേ ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നുള്ള നിലയിൽ സംസാരിക്കുക. Can we go and tell God like that? ദൈവത്തോട് അപ്രകാരം നാം സംഭാഷിക്കുവാൻ നമുക്ക് അത്ര സ്വാതന്ത്ര്യം തോന്നുന്നുണ്ടോ? The issue is, ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, when you think that your relationship is so strong, നിങ്ങൾ എപ്പോഴാണ് ദൈവമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഏറ്റവും ദൃഢമെന്ന് നിങ്ങൾ കരുതുന്നത്? Jonah had one thing going wrong in his life. യോനയുടെ ജീവിതത്തിൽ ഒരു കാര്യം ഏറ്റവും തെറ്റായിട്ടുള്ള നിലയിൽ താൻ ചെയ്തു. He thought God as a human way. അവൻ വിചാരിച്ചത് ദൈവം മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുമെന്നാണ്. I hate somebody, therefore God should also hate somebody. ഞാൻ ചിലരെ വെറുക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ദൈവവും അവരെ വെറുത്തുകൊള്ളുമെന്ന് നിരൂപിച്ചു. God is not to be handled the way you think. നാം ചിന്തിക്കുന്നത് പോലെ ദൈവത്തെ കൈകാര്യം ചെയ്യുവാൻ ദൈവം പാകത്തിനുള്ളവനല്ല. We have not appointed God, rather He has appointed us in this world. നാം ദൈവത്തെ നിയമിച്ചാക്കിയതല്ല, ദൈവം നമ്മെയാണ് നിയമിച്ചാക്കിയിരിക്കുന്നത്. Therefore He has a plan for one or other way for each one of us. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പരിപാടികളുണ്ട്. You cannot take that granted. അത് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് എടുക്കുവാനായിട്ട് പാടില്ല. I was just thinking, had Jonah thought what God had intended his life, this book wouldn't be there in this Bible. യോനയുടെ ജീവിതത്തിൽ ദൈവം എന്താണ് ആഗ്രഹിച്ചത് എന്ന് യോന മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ ഒരു പുസ്തകം ഈ നിലയിൽ എഴുതുവാൻ ഇടയാകുമായിരുന്നില്ല. And Jonah would not have been the disobedient character throughout the generations. തലമുറകളായിട്ട് അനുസരണം കെട്ട പ്രവാചകൻ എന്നുള്ള ആ പേര് അവന് വീഴില്ലായിരുന്നു. He was a very pious man. വളരെ ഭക്തിയുള്ള മനുഷ്യനായിരുന്നു അവൻ. But somewhere he lost that strong area and which had become the weakness in his life. അവന്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തി ഉണ്ട് എന്ന് ബലമുണ്ട് എന്ന് തോന്നിയ മേഖല അവന്റെ ജീവിതത്തിൽ ബലഹീനവശമായിട്ട് തീർന്നു. And do you know he goes to the stage of suicidal just because of the action of God. ദൈവം ഇത്തരത്തിൽ ആ ജനതയോട് അനുകമ്പ കാണിച്ചത് കൊണ്ട് തന്നെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്ന യോനയെ നമുക്ക് കാണുവാൻ കഴിയും. You read verse 7, 8 and all, he says, I don't want to live, I want to die. 7-8 വാക്യങ്ങളിൽ യോന പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കണ്ട, ഞാൻ മരിച്ചുകൊള്ളട്ടെ. You are so close to God. ദൈവത്തോട് അത്ര അടുത്ത് ഇടപഴകിയിരുന്ന യോന, but still you are not able to follow the heart of God in your life. എന്നിട്ടും ദൈവത്തിന്റെ ഹൃദയത്തെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുന്നതിൽ നാം പരാജയപ്പെടുന്നു. Instead you are thinking the way God should be acting the way you think. എന്നിട്ടും നമ്മൾ ചിന്തിക്കുകയാണ് നാം ചിന്തിക്കുന്ന രീതിയിൽ ദൈവം കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. God is not limited like you and me. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും പോലെ പരിമിതപ്പെടുത്തുവാനായിട്ട് ദൈവത്തെ പരിമിതപ്പെടുത്തുവാനാകില്ല. God has got his own way of doing things. ദൈവത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ ചെയ്യുവാനായിട്ടുള്ള പദ്ധതിയുണ്ട്. When people of Nineveh they repented, God melt his heart. ആ നിനവേലെ ജനം മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം അവരോട് മനസ്സലിയുകയാണ്. See, our God is not a God of fire and fiery stone and earthquake and things of that sort. ദൈവം ഭൂകമ്പത്തിന്റെയും അല്ലെങ്കിൽ കൽമഴയുടെയും അഗ്നിയുടെയും ദൈവമല്ല. But he is a God who is a loving God. അവൻ സ്നേഹമുള്ള ഒരു ദൈവമാകും. The one who is searching the true worshippers, right? സത്യ ആരാധകരെ അന്വേഷിക്കുന്ന ഒരു ദൈവം. That is what the God is. അതാകുന്നു ദൈവം. He loves his creation. അവൻ തന്റെ
സൃഷ്ടിയെ സ്നേഹിക്കുന്നവനാണ്. He enjoys with his creation. അവന്റെ സൃഷ്ടിയെ അവൻ ആസ്വദിക്കുന്നവനാണ്. And he wants to just see his creation coming back to him. ആ സൃഷ്ടി അല്ലെങ്കിൽ തന്നിലേക്ക് മടങ്ങി വരുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. My beloved, don't use God for the way you want. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവത്തെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കരുതേ. When we come back in the story of Peter walking on the water, you will see these things again and again happening. പത്രോസ് വെള്ളത്തിന്മീതെ നടക്കുന്ന സംഭവത്തിൽ ഇതേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. That whenever there is a stronghold, you are tested and you fail. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ബലമുള്ളത് എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു മേഖല നാം കാണുന്നുണ്ടെങ്കിൽ അവിടെ നാം പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. So make sure you depend on God rather depend on your strengths. പ്രിയമുള്ളവരെ, ഉറപ്പാക്കുക കർത്താവിൽ ആശ്രയിക്കുക, സ്വയത്തിൽ ആശ്രയിക്കാതിരിക്കുക. Definitely we should know our strengths and our weaknesses. നമ്മുടെ ബലമുള്ള വശവും ബലഹീന വശവും നിശ്ചയമായിട്ട് നാം തിരിച്ചറിയണം. Because this is something which is very very essential in each one of our life. നമ്മുടെ ജീവിതങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള വസ്തുതയാണത്. As I began the last session showing you the life of David. ദാവീദിന്റെ ജീവിതത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പാകെ എടുത്ത് കാണിച്ചുവല്ലോ. He knew his weakness was women. അവന്റെ ജീവിതത്തിലെ പരാജയത്തിന്റെ അല്ലെങ്കിൽ ബലഹീന വശം എന്ന് പറയുന്നത് സ്ത്രീകൾ ആയിരുന്നു എന്നുള്ളത് ദാവീദിന് അറിയാമായിരുന്നു. But the moment he saw somebody taking bath, he did not turn back, rather he started going towards. എന്നാൽ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് മാറിപ്പോകാതെ അതിനെ ആസ്വദിക്കുവാൻ താൻ തീരുമാനിക്കുകയാണ്. You have to know your strengths and your weaknesses. നമ്മുടെ ബലമുള്ള വശവും ബലഹീന വശങ്ങളും നാം അറിയേണ്ടതുണ്ട്. But here what I want to specifically elaborate is depend on God even on your strengths. ഇവിടെ ഞാൻ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ ഏറ്റവും ബലമുള്ള വശമെന്ന് നാം ചിന്തിക്കുന്ന മേഖലയിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ നാം തുനിയുക. Disciples failed in their strong areas. ശിഷ്യന്മാർ തങ്ങളുടെ ഏറ്റവും ബലമുള്ള ഭാഗത്ത് പരാജയപ്പെടുകയാണ്. And Lord was ready to teach them to depend on the Lord more. യേശു കർത്താവ് അവരെ തന്നിൽ ആശ്രയിക്കുവാനായിട്ട് അവരെ കൂടുതൽ അവരോട് ആവശ്യപ്പെടുകയാണ്. So their faith of test will be mostly on your strong holds. വിശ്വാസത്തിന്റെ പരിശോധന എന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ബലമുണ്ട് എന്ന് വിചാരിക്കുന്ന മേഖലകളിൽ തന്നെ ആയിരിക്കും. Second, രണ്ടാമത്, the test of faith will also be when you are comfortable. രണ്ടാമതായിട്ട് നാം ഏറ്റവും സുഖകരമെന്ന് തോന്നുന്ന സമയത്തായിരിക്കും നമ്മുടെ പരിശോധനകൾ നമ്മിലേക്ക് കടന്നു വരുന്നത്. How do we know that? എങ്ങനെ നമുക്കതറിയാം? Read verse 25. 25-ാമത്തെ വാക്യം, മത്തായി 14:25. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടൽ മീതെ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. Okay. Now when Lord says come, ഇവിടെ ഇതാ കർത്താവ് പറയുകയാണ്, അല്ലയോ പത്രോസേ, നീ വരിക. I imagine the situation. ആ സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. You know, Patrochan, he jumps out of the boat. പത്രോസ് പടകിൽ നിന്ന് ചാടിയിറങ്ങി. And he stands on the water. അവൻ വെള്ളത്തിൽ നിൽക്കുന്നു. He's a happy boy. വളരെ സന്തോഷം അവന് തോന്നി. He's looking at the Lord. കർത്താവിനെ നോക്കുന്നു. And he started walking. അവൻ നടക്കുവാൻ ആരംഭിച്ചു. Then what happens? എന്താ സംഭവിച്ചത്? What is it written there? അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? Carefully, read carefully. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാണ്. When he is comfortable walking, അവൻ സുഖകരമായിട്ട് നടന്നു നീങ്ങിയപ്പോൾ his sight is drifted from the Lord to the waves around. ആ കർത്താവിലേക്കുള്ള തന്റെ നോട്ടം മാറ്റിയിട്ട് ചുറ്റുമുള്ള കാറ്റിലേക്ക് അവൻ ശ്രദ്ധിക്കുകയാണ്. My beloved, the problem with human beings are we cry unto the Lord when we are in pain. നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നാം വേദനയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ നേരെ മുഖം തിരിച്ച് നിലവിളിക്കും. But we do not remember Lord when we are comfortable. എന്നാൽ നാം സുഖകരമായിട്ട് ജീവിതം മുന്നോട്ട് നീക്കുന്ന സമയത്ത് ദൈവത്തെ നാം ശ്രദ്ധിക്കാറേയില്ല. Now, you know, the whole book of
wisdom books where Solomon is writing, he's writing not the problem of pain, rather he's writing the problem of prosperity. നമ്മൾ സദൃശവാക്യങ്ങൾ വായിക്കുമ്പോൾ ശലോമോൻ അവിടെ എഴുതുന്നത് വേദനയെക്കുറിച്ചല്ല, പിന്നെയോ സമൃദ്ധിയുടെ അനുഭവങ്ങളിലെ കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ ശലോമോൻ Because എഴുതുന്നത്. most of the time we forget God when we are comfortable. കാരണം നാം ഏറ്റവും സുഖകരമായിട്ട് ജീവിക്കുന്ന മിക്കവാറും സമയങ്ങളിൽ ദൈവത്തെ നാം മറന്നു പോകാറുണ്ട്. Now I'll give you an example to go for think about. അത് ചിന്തിക്കുവാനായിട്ട് ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നൽകാം. Let us just take our church life. നമ്മുടെ സഭാ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുക. When did we pray the most? നാം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച വേളകൾ ഏതാണ്? When was that? എപ്പോഴായിരുന്നു? Bend towards Christ. There is a group, right? കർത്താവിലേക്ക് തലകുനിക്കുക എന്നൊരു ഗ്രൂപ്പ് ഉണ്ടോ? That is a group for TB, right? ഉണ്ടോ ഇല്ലയോ? Half of the people don't remember, I think. പലരും അത് ഓർക്കുന്നില്ല. We have a group called Bend towards Christ. കർത്താവിലേക്ക് തലകുനിക്കുക എന്നുള്ളതിന് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. And there we are supposed to give thumbs up after the prayer list is done. പ്രാർത്ഥന പൂർത്തിയാക്കുമ്പോൾ അത് അറിയിക്കുവാനായിട്ട് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. It is not for showing that you are praying, rather it is there to encourage others that I have done, brother, you also should be. അത് പ്രാർത്ഥിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നാൽ മറ്റുള്ളവരെ പ്രാർത്ഥനയ്ക്കായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടായിരുന്നു. That is why we started that group. അതുകൊണ്ട് തന്നെയാണ് ആ ഗ്രൂപ്പ് ആരംഭിച്ചത്. And when I was just looking back, when we were in the troublest of time as a church, സഭ എന്നുള്ള നിലയിൽ ഏറ്റവും മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കഷ്ടതയിലൂടെ കടന്നുപോയ വേളകളിൽ we all were standing on the knees. നാം എല്ലാവരും കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. There were almost 25-30 hits I used to see every day during the days when I forgot her name. Pandemic. Shibu's wife, no? നിമി. When Nimi was admitted. നാം അതില് നിമ്മി ആശുപത്രിയിലായിരുന്ന സമയങ്ങളിൽ 25-30 പേർ പ്രാർത്ഥിക്കുന്ന അത് അറിയിക്കുമായിരുന്നു. Why? എന്തുകൊണ്ട്? We wanted Nimi to be back, right? നാം അവരെ തിരിച്ച് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. She came out of the situation, which is absolutely wonder for you and me, right? നിമി സഹോദരി തിരികെ വന്നപ്പോൾ അത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു വിടുതലായിട്ട് നമുക്ക് അനുഭവിച്ചു. Initially she was admitted for the delivery, and that was again a wonder. ആദ്യമായിട്ട് പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തപ്പോഴും അതൊരു അത്ഭുതകരമായിട്ട് ദൈവം മറുപടി നൽകി. Next when she was in the ventilator, it was a wonder. രണ്ടാമതും വെന്റിലേറ്ററിലേക്ക് പോയപ്പോൾ അത് തിരിച്ചു വന്നത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. My beloved, I have experienced the prayer power when we as a family were down with corona. പ്രിയ സഹോദരൻ കുടുംബമായിട്ട് കോവിഡ് ബാധിച്ച് കിടന്ന സമയത്ത് ആ പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞിരുന്നു. I mean, there were hits, almost 25-30 hits every day. എല്ലാ ദിവസവും ഇത്രയും പേര് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. You look back, I have given only one incident. ഞാൻ ഒരു സംഭവം മാത്രമേ നിങ്ങളോട് സൂചിപ്പിച്ചുള്ളൂ. ഇത്തരം അനേക സംഭവങ്ങളുണ്ട്. Whenever our families have been in trouble, we have stood on knees. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നാം പരാജയങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചപ്പോഴൊക്കെ നാം മുട്ടിന്മേൽ നിന്നിട്ടുണ്ട്. What about now? എന്നാൽ ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? We are happy. നാം വളരെ സന്തോഷവാന്മാരാണ്. Corona is gone. കൊറോണ പോയി. We are back. നാം തിരികെ വന്നു. We are back with all our jobs. നമ്മുടെ എല്ലാ ജോലിയിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. Everything is fine. നമ്മൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും സുഖകരമായിരിക്കുന്നു. And do you know how many hits we see in the bends towards Christ? എത്ര ഹിറ്റാണ് അതിന് ലഭിക്കുന്നത് എന്ന് I അറിയാമോ? know everybody is praying. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. I firmly believe that your prayer is something which is sustaining all of us. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അത് ഞങ്ങളെ നിലനിർത്തുന്നു എന്നുള്ളത് അറിയാം. But we are not encouraging each other to pray. എന്നാൽ പ്രാർത്ഥനയ്ക്കായിട്ട് അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്നില്ല. Why? എന്തുകൊണ്ട്? That is also a ministry, my beloved. അതും ഒരു ശുശ്രൂഷ തന്നെയാകുന്നു. Because unless you make others pray, we will not able to see the answers in this church. മറ്റുള്ളവരെ പ്രാർത്ഥനയ്ക്കായിട്ട് നാം പ്രോത്സാഹിപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ സഭാതലങ്ങളിൽ നമുക്ക് മറുപടിയിൽ നാം പ്രതീക്ഷിക്കേണ്ടതില്ല. The biggest lacuna I feel now with our church is the lack of prayers. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ അഭാവം തന്നെയാണ്. We are comfortable. നാം എല്ലാവരും സുഖകരമായിട്ട് ജീവിക്കുകയാണ്. We have become selfish.
നാം എല്ലാവരും സ്വാർത്ഥപരമായിട്ട് ചിന്തിക്കുക. I don't bother whether what is happening with Tibi and Jason Chan and Shaji Chan and all. മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം ഒരുപക്ഷെ ചിന്താകുലരല്ല. Every day morning I go for job, come back and my life is fine. ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നു, മടങ്ങി വരുന്നു, എന്റെ ജീവിതം സുഖകരമാണ്. I should not be speaking this thing from the pulpit actually. വാസ്തവത്തിൽ പുൽപ്പിൽ നിന്ന് ഇത് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. But let me just encourage you all to encourage others. ഞാൻ നിങ്ങളെ മറ്റുള്ളവരെ പ്രാർത്ഥനയിൽ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. Please ദയവായി inquire whether people are praying or not. വ്യക്തികൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. Because that is one of a thing which we all have to do it. നാം എല്ലാവരും ചെയ്യുവാനായിട്ട് നിർദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് തന്നെയാണ്. It should be a sincere effort to pray for a church. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നാം We നടത്തേണ്ടിയിരിക്കുന്നു. need prayer, my beloved. നമുക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് We പ്രിയമുള്ളവരെ. are going through so many of turmoils. വളരെ പ്രതിസന്ധികൾ നാം അഭിമുഖീകരിക്കുന്നുണ്ട് താനും. Our families are struggling. നമ്മുടെ കുടുംബങ്ങൾ ഇപ്പോൾ വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. Young people are struggling. യുവജനങ്ങൾ വളരെ പ്രതിസന്ധിയിലാണ്. And let me tell you, children are struggling to cope up their studies. തങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനാകാതെ കുഞ്ഞുങ്ങൾ കുഴങ്ങുന്നു. Some of us, we don't even know how much struggle our children or young people are going through. നമ്മുടെ കുഞ്ഞുങ്ങളും യുവാക്കളും എത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു നാം പലപ്പോഴും ചിന്തിക്കാറ് പോലുമില്ല. Please pray. ദയവായി പ്രാർത്ഥിച്ചാലും. Let us stand on knees. നമുക്ക് നമ്മുടെ മുട്ടിന്മേൽ നിൽക്കുവാൻ. We have enough word ministry. നമുക്ക് വചന ശുശ്രൂഷ ആവോളം ലഭിക്കുന്നുണ്ട്. But we are somewhere down. We have to introspect our life. നാം എവിടെയോ നാം പുറകിലോട്ട് അടിക്കുന്നു. നാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. Because Satan is just outside the door. കാരണം എന്ന് പറയുന്നത് ഇതാ വാതിൽക്കൽ പിശാച് കാത്തു നിൽപ്പുണ്ട്. Your once look of the sight, from the Lord and go somewhere else, you are gone. നാം കർത്താവിന്റെ മുഖത്ത് നിന്ന് എപ്പോൾ നമ്മുടെ നോട്ടം മാറ്റുന്നോ അപ്പോൾ നമുക്ക് വീഴ്ച തുടങ്ങി കഴിഞ്ഞു. Test is always when we are in the comfortable zone. നാം ഏറ്റവും സുഖകരമെന്ന് വിചാരിക്കുന്ന സ്ഥലത്തുമായിരിക്കും നാം പരീക്ഷിക്കപ്പെടുന്നത്. We will fail. നാം അവിടെ പരാജയപ്പെടുക. We will be failing and we have failed. നാം പരാജയപ്പെടുകയും പെടുകയും ചെയ്തിട്ടുണ്ട്. Unless we stand on the knees, we cannot build. പ്രാർത്ഥനയോടുകൂടെ നിൽക്കാതെ നമുക്ക് പണിയുവാൻ സാധ്യമല്ല. Let us encourage each other. നമുക്ക് അന്യോന്യം പ്രോത്സാഹിപ്പിക്കാം. Peter also had the similar problem like you and me have. എനിക്കും നിങ്ങൾക്കുമുള്ള അതേ പ്രശ്നം പത്രോസിനും ഉണ്ടായി. He knew Lord very well. കർത്താവിനെ നന്നായിട്ട് പത്രോസിന് അറിയാമായിരുന്നു. Lord allowed him to walk on the water. കർത്താവ് അവനെ കടൽ മീതെ നടക്കുവാനായിട്ട് വിളിക്കുകയും ചെയ്തു, അനുവദിക്കുകയും ചെയ്തു. But the moment he started walking, the moment he started becoming comfortable, gone. അവൻ നടന്നു തുടങ്ങിയപ്പോൾ അവൻ സുഖമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു എന്ന് ചിന്തിച്ചപ്പോൾ അവിടെ അവസാനിച്ചു. He would have, I do not know, he would have even thought, എന്റെ ഗമയിലാ ഞാൻ നടക്കുന്നത്. അവൻ ഒരുപക്ഷെ പത്രോസ് ഈ നിലയിൽ ചിന്തിച്ചു കാണും. It's my strength that I am walking on the water. ഞാനിതാ വെള്ളത്തിന്മീതെ നടക്കുന്നതിന്റെ കാരണം ഞാൻ എന്റെ ശക്തി കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടാണ്. He might have even given a look back towards his disciples. ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി. No. He would have given a look behind. Hey boys, I am walking on the waters. പടകിലെ ആയിരുന്ന ശിഷ്യന്മാരുടെ നേർക്ക് തന്റെ നോട്ടം തിരിച്ചിട്ടുണ്ടാകും. ഞാനിതാ നടക്കുന്നുണ്ടല്ലോ. I'm happy guy. I'm someone who has conquered something extraordinary. ഞാൻ വളരെ കഴിവുകളുള്ള വ്യക്തിയാണ്, നിങ്ങളെക്കാളും ഞാൻ മിടുക്കനാണ്. But he lost it. അവിടെ അവൻ നഷ്ടപ്പെട്ടു. The moment he thought that he is comfortable, he's gone. അവൻ എപ്പോഴാണ് ഞാൻ സുഖകരമായിട്ടുള്ള അവസ്ഥയിലാണെന്ന് ചിന്തിച്ചത് ആ സമയത്ത് അവൻ വീണു. Your eyes should be only and only towards the Lord. കർത്താവിന്റെ നേർക്ക് മാത്രമേ നമ്മുടെ നോട്ടം കേന്ദ്രീകരിക്കാൻ പാടുള്ളൂ. Stand on the knees. മുട്ടിന്മേൽ നിൽക്കുക. Stand on the knees. മുട്ടിന്മേൽ നിൽക്കുക. Again I am saying stand on the knees so that we can conquer this world. വീണ്ടും ഞാൻ പറയുന്നു, മുട്ടിന്മേൽ നിൽക്കുക, എങ്കിൽ മാത്രമേ ലോകത്തെ അതിജീവിക്കുവാൻ നമുക്ക് ആകെയുള്ളൂ. Then only we can build our church. അങ്ങനെ മാത്രമേ സഭയെ പണിയുവാൻ നമുക്ക് ആവതുള്ളൂ. I need prayer. Jason Chan needs prayer. Everybody needs prayer. സഭയിലെ എല്ലാ വ്യക്തികളും എല്ലാ വിശ്വാസികൾക്കും പ്രാർത്ഥന ആവശ്യമുണ്ട്. We all have our own struggle, my beloved. നാം ഓരോരുത്തരും നമ്മുടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ. We are not perfect people. നാം ആരും സമ്പൂർത്തിയുള്ള വ്യക്തിത്വങ്ങളല്ലല്ലോ. We all are struggling in our own emotions. നമ്മുടെ ഓരോ വൈകാരിക മേഖലകളിലും നാം പരീക്ഷിക്കപ്പെടുന്നവർ തന്നെയാണ്. And time and again we have been falling and failing. പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുകയും
പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട്. Let us stand on the knees. നമുക്ക് പ്രാർത്ഥനയിൽ നിലനിൽക്കാം. Look towards the Lord. കർത്താവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കാം. Unless we depend on the Lord, we cannot be faithful. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാത്തിടത്തോളം നമുക്ക് വിശ്വസ്തരായിട്ട് തുടരുവാൻ And if we സാധ്യമല്ല. are not faithful, God is not going to bless us. നാം വിശ്വസ്തരല്ല എങ്കിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ പോകുന്നുമില്ല. So there were two observations which we have just completed. നാം ചിന്തിച്ച രണ്ട് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ശ്രദ്ധിച്ചാലും. Number one, test is always, mostly is when we are in our strong areas. ഒന്നാമതായിട്ട് നാം പരീക്ഷകൾ എന്ന് പറയുന്നത് നാം ബലമുണ്ട് എന്ന് തോന്നുന്ന നമ്മുടെ മേഖലകൾ തന്നെ ആയിരിക്കും. Second test is mostly on the comfortable zones. രണ്ടാമതായിട്ട് നാം ഏറ്റവും സുഖകരമെന്ന് തോന്നുന്ന മേഖലകളിൽ തന്നെയായിരിക്കും പരീക്ഷകൾ നേരിടുന്നത്. So there were two topics which subtopics which we have just covered. നമ്മൾ രണ്ട് ഉപവിഷയങ്ങളാണ് ഇന്ന് ചർച്ചയ്ക്കെടുത്തത്. I wanted to finish the third one also, but there is no time now. മൂന്നാമത്തെ വിഷയം പൂർത്തിയാക്കണമെന്ന് വിചാരിച്ചതാണ്, സമയം ഇല്ലല്ലോ. So number one, we have seen the failure of identity of the disciples. ശിഷ്യന്മാരുടെ പരാജയത്തെ പരിശോധിച്ചപ്പോൾ ഒന്നാമത് അവരുടെ വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുവാൻ അവർ പരാജയപ്പെട്ടു. Second, they failed in their faith. രണ്ടാമത് അവർ അവരുടെ വിശ്വാസത്തിൽ പരാജയപ്പെട്ടു. And finally, we will see next week the failure of non-participation. മൂന്നാമതായിട്ട് പങ്കാളികളായിട്ട് തീരാതിരിക്കുന്നതിൽ അല്ലെങ്കിൽ അങ്ങനെ പങ്കാളികളാകാതിരിക്കുന്നതിൽ അവര് പരാജയപ്പെട്ടു. And then we will try to close this particular module, failure handling. പരാജയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള ഈ മൊഡ്യൂള് നമുക്ക് ആ നിലയിൽ അവസാനിപ്പിക്കാം. See, the whole purpose of this modules is that you may do impossible thing depending on the Lord. ഈ പരാജയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്തുകൊണ്ട് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസാധ്യങ്ങളെ നേടിയെടുക്കുവാനായിട്ട് നാം പ്രചോദിതരാകേണ്ടതാണ്. Give your heart to the Lord. ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഫലമേൽപ്പിക്കുക. Love the Lord. കർത്താവിനെ സ്നേഹിക്കുക. I always say Jesus is not a person to be studied only. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യേശു കർത്താവ് എന്ന് പറയുന്നത് ഒരു പഠന വിഷയമാകേണ്ട വിഷയമല്ല. But Jesus should be the person to be loved. എന്നാൽ കർത്താവ് എന്ന് പറയുന്നത് സ്നേഹിക്കുവാനായിട്ട് കൊള്ളാകുന്ന ഒരു കർത്താവാണ്. Just see that Lord in your life. ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ശ്രമിക്കാം. Hold him. അവനെ മുറുകെ പിടിക്കാം. Embrace him. അവനെ കെട്ടിപ്പുണരാം. And whenever you fail, എപ്പോഴെങ്കിലും നാം പരാജയപ്പെടുന്നെങ്കിൽ depend on him. അവനിൽ തന്നെ ആശ്രയിക്കുക. He will still love you even if you fail. നാം പരാജയപ്പെടുന്നെങ്കിൽ പോലും നമ്മെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. I mean, your parents may hate you, your friends may hate you, your colleagues may hate you, or the world may not recognize you when you fail. നാം പരാജയത്തിലേക്ക് വീഴുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ നിങ്ങളെ നിരാകരിച്ചു എന്ന് വന്നേക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ ലോകം തന്നെ നിങ്ങളെ നിരാകരിച്ചു ഒറ്റപ്പെടുത്തി എന്ന് വന്നേക്കാം. But Lord is there to build you up. എന്നാൽ കർത്താവ് എവിടെ ഉണ്ട് നിങ്ങളെ പണിയുവാനായിട്ട്? Give him your hand. നിങ്ങളുടെ കരങ്ങളെ അവങ്കിലേക്ക് നീട്ടാമോ? ആ കർത്താവിനെ ഒന്ന് സ്നേഹിക്കുക. Just love him. ആ കർത്താവിനെ ഒന്ന് സ്നേഹിക്കാമോ? Just love him. അവനെ സ്നേഹിച്ചാലും Go back to the bed today and just tell him, Lord, I love you. ഇന്ന് കിടക്കയിലേക്ക് നാം പോകുമ്പോൾ നാം ഇങ്ങനെ പറയാമോ? കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. Lord, I have failed in my life. കർത്താവെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. I still know that you love me. നീ എന്നെ വീണ്ടും തുടർന്നും സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. Build or revive your relationship once again with the Lord. കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഒരു പുനഃസ്ഥാപനത്തിലേക്ക്, ഒരു പണിയിലേക്ക് അതിനെ നമുക്ക് ഇടയാക്കാം. May God bless each one of us as we consider this. ഈ വചനം നാം പരിഗണിക്കുമ്പോൾ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.